الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമുണ്ടായ മാസമാണ് റബീഉൽ അവ്വൽ. ആ മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഉണ്ടായി എന്നതുകൊണ്ട് ഈ മാസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ആദരണീയ മാസങ്ങളിൽ റബീഉൽ അവ്വൽ 4 മാസങ്ങൾ, മിൻഹ അർബഅത്തുൻ ഹുറും, പവിത്ര മാസങ്ങൾ എന്ന് പറഞ്ഞതിൽ റബീഉൽ അവ്വൽ ഇല്ല. വിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസം എന്ന് പറഞ്ഞ റമദാൻ അത് വേറെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമുണ്ടായി എന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള മാസമായിട്ട് ദീനിൽ ഈ മാസം പരിഗണിക്കപ്പെടുന്നില്ല. ജനനം മാത്രമല്ല, മരണവും നടന്നത് റബീഉൽ അവ്വലിലാണ് ചരിത്രപ്രകാരം. അപ്പൊ ജനിച്ചു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ മരിച്ചു എന്നതുകൊണ്ടോ എന്തെങ്കിലും ഒരു പ്രത്യേകത ആ അർത്ഥത്തിൽ ഈ മാസത്തിനില്ല. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചർച്ച കൂടുതൽ സജീവമാകുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആളുകളുടെ സമൂഹത്തിന്റെ ശ്രദ്ധ കൂടുതൽ തിരിയുന്ന ഒരു മാസം എന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ പറയാനും, പ്രവാചകനെ പരിചയപ്പെടുത്താനും പരിചയപ്പെടാനും, പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാനും, ആ മഹത്വം ഉൾക്കൊള്ളാനും, അത് ചേർത്ത് പിടിക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾ, അതിനുള്ള ആഹ്വാനങ്ങളും ഈ മാസത്തിൽ നടക്കാറുണ്ട് സാധാരണഗതിയിൽ. അത് സ്വാഭാവികമാണ്, അതിലൊരു കുഴപ്പമില്ല. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മൾ എല്ലാ പ്രഭാഷണങ്ങളും കുത്തുബകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും പ്രവാചകന്റെ ചര്യയെക്കുറിച്ചും ഹദീസുകളെ കുറിച്ചും സുന്നത്തുകളെ കുറിച്ചും ഒക്കെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു പ്രവാചക വചനമെങ്കിലും ഉദ്ധരിക്കാത്ത ഒരു കുത്തുബയും കടന്നുപോകില്ല സാധാരണഗതിയിൽ. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ അവസാനമായിട്ട് പറയുന്നതൊന്നും ആയിരിക്കില്ല. എന്നാൽ പോലും ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു സാന്ദർഭികമായ ഉണർത്തലും ഓർമ്മപ്പെടുത്തലും ഒരു ചർച്ചയ്ക്കും പ്രസക്തിയുണ്ട്.
ആ അടിസ്ഥാനത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ആരായിരുന്നു നമുക്ക് റസൂൽ എന്നതാണ് ഒന്ന്. എന്താണ് റസൂലിനോടുള്ള നമുക്കുള്ള സമീപനം, നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നതാണ് മറ്റൊന്ന്. ആരാണ് റസൂൽ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വഴിയും മാർഗവും കാണിച്ചു തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള പ്രവാചകന, മനുഷ്യരിൽ നിന്നുള്ള പ്രവാചകൻ. ലോകത്തിന് മുഴുവനും അനുഗ്രഹവും കാരുണ്യവുമായിട്ട് അള്ളാഹുവിന്റെ റസൂല് വന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി, കാരുണ്യമായിട്ട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സുവിശേഷം അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ട്. വമാ അർസൽനാക ഇല്ലാ ബശീറൻ വനദീർ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീർ. അല്ലെ, എല്ലാ മനുഷ്യർക്കും, മുഴുവൻ മനുഷ്യർക്കും മുന്നറിയിപ്പ് നൽകുന്നവനും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായിട്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഈ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ അവന് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താനുള്ള വഴി ഞാൻ കാണിച്ചു തരും എന്നത്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് ഒരു വഴി ഞാൻ കാണിച്ചു തരും, ഒരു മാർഗം ഞാൻ കാണിച്ചു തരും. ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ ആ മാർഗം പിൻപറ്റി ആരും ജീവിച്ചാൽ അവർക്ക് ദുഃഖവും ഭയം ഉണ്ടാവില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്ന വഴിയും മാർഗവും പിൻപറ്റി മനുഷ്യർ ജീവിച്ചാൽ മനുഷ്യർ അവരുടെ ലക്ഷ്യത്തിലെത്തും. എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്കറിയാം. നമ്മൾ ഇറങ്ങിപ്പോകുന്ന നമ്മുടെ തറവാട്ടിലേക്ക്, സ്വർഗത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. അതാണ് ലക്ഷ്യം, അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി മനുഷ്യനെ കാണിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ച്, ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് വഴികാട്ടിയാണ്, നമ്മുടെ വഴികാട്ടിയാണ്, നമ്മുടെ മാർഗദർശിയാണ്, നമ്മുടെ ഹാദിയാണ്. വലിക്കുല്ലി ഖൗമിൻ ഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ സമൂഹത്തിനും ഒരു ഹാദി ഉണ്ട്. നമുക്ക് ഹാദിയായിട്ട് നമുക്ക് വഴികാട്ടിയത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവ വഴികാട്ടിയും മാർഗദർശിയുമായ പ്രവാചകൻ നമ്മുടെ ആദർശത്തിന്റെ ഭാഗമാണ്. ആ പ്രവാചകൻ എന്ന് പറയുന്നത് അപ്പൊ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മൾ മുസ്ലിങ്ങളാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാ, എന്താണ് നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാ അത് മാത്രമാണോ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നതാണ് നമ്മുടെ ആദർശം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രം പറഞ്ഞാൽ പൂർണ്ണ മുസ്ലിം ആവില്ല. മുഹമ്മദുർ റസൂലുള്ളാ എന്നും കൂടി പറയണം. അള്ളാഹു ഏകനായ ദൈവമാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. ആ പ്രവാചകനാകുന്നു എന്ന് സാക്ഷ്യം വഹിക്കുമ്പോൾ എന്താണ് നമ്മൾ അതിലൂടെ സാക്ഷ്യം വഹിക്കുന്നത്? ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന് പറഞ്ഞ് നമുക്ക് നൽകിയിട്ടുള്ള വഴിയും മാർഗവും എന്തെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രവാചകൻ എന്നതാണ്. നമ്മൾക്കുള്ള വഴിയും മാർഗവും പഠിപ്പിച്ചു തരുന്ന പ്രവാചകൻ. ആ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയ്യ് കൊടുക്കുന്നു. ആ വഹയ്യ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ വഹയ്യാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ഗുരുവാണ്, അധ്യാപകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ അപ്പോ ഒരു ടെക്സ്റ്റാണ്, ടെക്സ്റ്റ് ബുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധ്യാപകൻ. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഒരു ഹദീസിൽ അങ്ങനെയുണ്ട്, ഞാൻ അധ്യാപകനായിട്ട് നിയോഗിക്കപ്പെട്ട ആളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധ്യാപകൻ. പ്രവാചകന്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് എന്താണ്? ടെക്സ്റ്റ് എന്താണ്? അത് വിശുദ്ധ ഖുർആനാണ്. എന്നിട്ട് ആ ഖുർആൻ പ്രവാചകനാകുന്ന അധ്യാപകൻ ഇങ്ങനെ വിശദീകരിച്ചു പഠിപ്പിച്ചു. തിയറി മാത്രമല്ല, പ്രാക്ടിക്കലും ഒക്കെ ഉണ്ട് അതിൽ. അങ്ങനെ വ്യക്തമായി പറഞ്ഞ് വിശദീകരിച്ചു പഠിപ്പിച്ചു തന്നു. ആ വിശദീകരിച്ചു പഠിപ്പിച്ചു തന്നതാണ് നോട്ട്സ്. ആ നോട്ട്സ് ആണ് ഹദീസ് എന്ന് പറയുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് കാണിച്ചു തന്നത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയത്. അപ്പൊ
അപ്പൊ ടെക്സ്റ്റ് പോലെ തന്നെ, അല്ലെങ്കിൽ ടെക്സ്റ്റിന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നോട്ട്സ് ഉണ്ട്, ആവശ്യമുണ്ട്, അധ്യാപകന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മൾക്ക് കുട്ടികൾ പഠിക്കുക, നമ്മളൊക്കെ പഠിച്ചവരും കുട്ടികളൊക്കെ പഠിക്കുന്നവരൊക്കെയാണ്, എല്ലാവർക്കും അറിയാം. വെറും ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് മാത്രം വീട്ടിലിരുന്നാലൊന്നും കാര്യം നടക്കില്ല. അത് പഠിപ്പിക്കാൻ സമർത്ഥനായ അധ്യാപകർ വേണം, യോഗ്യരായ അധ്യാപകർ വേണം. അവരതിന് ധാരാളമായിട്ട് തത്വവും പ്രയോഗമൊക്കെ കാണിച്ചു തന്നിട്ട് വിശദീകരിച്ചു വരും. അപ്പൊ എന്തിനങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറയുന്നവരല്ല, നമ്മൾ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നും കൂടി വിശ്വസിക്കുന്നവരാണ്. നമ്മൾ വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴിയും മാർഗവുമായിട്ട് കാണിച്ചു തന്ന ഖുർആൻ മാത്രം അംഗീകരിക്കുന്നവരല്ല. ആ ഖുർആനിനെ അംഗീകരിക്കുക വഴി ആ ഖുർആൻ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ അതെങ്ങനെയാണെന്ന് പ്രായോഗികമായിട്ട് കാണിച്ചു തന്നതുകൂടി നമ്മൾ എടുക്കും. അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്, അതാണ് ഹദീസ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. എന്തിനാ പ്രവാചകൻ അയച്ചത്? നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ വേണ്ടിയെന്ന്. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. താങ്കൾക്ക് മുമ്പ് പ്രവാചകന്മാരായിട്ട് ധാരാളം പുരുഷന്മാരെ അയച്ചിട്ടുണ്ട്, പുരുഷന്മാരല്ലാതെ അയച്ചിട്ടില്ല. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പറഞ്ഞിട്ടേ സൂറ അൻ-നഹ്ലിലാണ് അടുത്ത ആയത്ത് എന്താ പറയുന്നത് അറിയോ? ആ പ്രവാചകന്മാരെ ബിൽ ബയ്യിനാത്തി വസ്സുബ്ർ, വ്യക്തമായ വിശദീകരണങ്ങളുമായിട്ടാണ് പ്രവാചകന്മാർ വന്നത്. വേദങ്ങൾ, വേടുകളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അൻസൽനാ ഇലൈക ദിക്ർ, ഈ അദ്ദിക്ർ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ഈ വിശുദ്ധ ഖുർആനിനെ താങ്കളിലേക്ക് ഇറക്കിയിരിക്കുന്നു പ്രവാചകരെ. എന്ത് ചെയ്യാ? ലിതുബയ്യിന ലിന്നാസി, താങ്കൾ ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാം. അപ്പൊ അതാണ് പ്രവാചകന്റെ റോള്. എന്നാ ഖുർആൻ പിടിച്ചോളി, ഇതാ ഖുർആൻ, നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാകണം, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളി എന്ന് പറയല്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണത് നമ്മൾ എടുക്കുന്നത്, എന്താണ് അതിന്റെ വിശദീകരണം, അപ്പറഞ്ഞ കാര്യം എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്ന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കണം. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. അവരിലേക്ക് ഇറക്കപ്പെട്ട ഈ വേദം താങ്കൾ വേണം അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. ആ വിശദീകരണമാണ് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഖുർആൻ കൊണ്ട് മാത്രം നമുക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. കാരണം ഖുർആൻ നമുക്ക് മനസ്സിലാവില്ല പൂർണ്ണമായിട്ടും ഖുർആൻ മാത്രമാകുമ്പോൾ. കാരണം അത് പഠിപ്പിച്ച അധ്യാപകനുണ്ട്. ആ അധ്യാപകൻ 23 കൊല്ലക്കാലം മനുഷ്യർക്കിടയിൽ നിന്നിട്ട് അതിങ്ങനെ പ്രായോഗികമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ കാണിച്ചത് കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അപ്പൊ നമുക്ക് വേഗം മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമസ്കാരം അല്ലെ, നമസ്കരിക്കണം എന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അഖീമുസ്സലാ അഖീമുസ്സലാ. പക്ഷെ എങ്ങനെയാണ് നമസ്കാരത്തിന് ഇപ്പൊ നമ്മൾ ഈ നമസ്കരിക്കുന്ന രൂപം നമുക്ക് ആര് പറഞ്ഞു തന്നതാ? ഖുർആനിൽ നോക്കിയാൽ ഇങ്ങനെയാണ് നമസ്കാരത്തിന്റെ രൂപം കാണൂല. റുക്കൂ സുജൂദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, മതിയോ? എത്ര റുക്കൂ, എത്ര സുജൂദ്, എങ്ങനെ, എത്ര റക്അത്ത്? സാധിക്കില്ല. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നു അതുപോലെ നിങ്ങൾ നമസ്കരിക്കൂ, നിങ്ങൾ എന്നെ കാണുന്നത് പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. വുളു ഇങ്ങനെ ചെയ്യാം അല്ലെ, ഹദീസിലൊക്കെ കാണാം. ഒരാൾ വുളു ചെയ്തിട്ട് ശരിയായില്ല, അയാളെ തിരിച്ചയച്ചു, വീണ്ടും വുളു ചെയ്തിട്ട് വാ, വീണ്ടും വുളു ചെയ്തിട്ട് വാ, വീണ്ടും മുസ്ലിം സ്വലാത്തിന്റെ ഹദീസ് എന്നൊക്കെ അതിൽ പറയാൻ വേണ്ടിയതുമായി. അതായത് അയാൾ വുളു പിന്നെയും വുളു അങ്ങനെ ചെയ്യണം, വുളു ഇങ്ങനെ ചെയ്യണം, എങ്ങനെ എന്നിട്ട് നമസ്കാരം ഇങ്ങനെ കൃത്യമായി നമസ്കരിക്കുന്ന രൂപം. സക്കാത്തിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, സക്കാത്ത് കൊടുക്കണം, ചില ഇനങ്ങളും സംഗതികളും ഒക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് നമ്മൾ പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്ന സക്കാത്ത്, അല്ലെങ്കിൽ പിന്നീട് ഇസ്ലാമിക ലോകത്ത് വളരെ വ്യക്തവും കൃത്യമായി നടപ്പിലാക്കപ്പെട്ട സക്കാത്ത് വ്യവസ്ഥയുടെ പൂർണ്ണ രൂപം ആരാ പഠിപ്പിച്ചത്? അതിന്റെ ശരിയായ രൂപം അള്ളാഹുവിന്റെ റസൂല കാണിച്ചത് അല്ലെ? അതിന്റെ ശരിയായ മാതൃക കാണിച്ച് അതിന്റെ രൂപം കാണിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് ചെയ്യുമ്പോ, നോമ്പെടുക്കുമ്പോ കാര്യം തന്നെ, ഹജ്ജ് ചെയ്യുന്ന കാര്യം, ഹജ്ജിനെ കുറിച്ച് ഖുർആനിലുണ്ടല്ലോ, വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ഹജ്ജും ഉംറയും ഒക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ? അത് കൃത്യമായി അവസാനത്തെ ഹജ്ജിൽ ഇതാ, നിങ്ങളെ ഞാൻ ചെയ്യുന്നത് പോലെ ഹജ്ജിന്റെ രൂപം നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിൽ നിന്ന് കണ്ടുപഠിച്ചോളൂ ഹജ്ജിന്റെ രൂപം. എന്നിട്ട് ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി, പരമാവധി ആളുകളെ തന്റെ കൂടെ ഹജ്ജിന് ഒരുമിച്ച് കൂട്ടിയിട്ട് ഹജ്ജ് ചെയ്യുന്ന രൂപം ഇങ്ങനെ കൃത്യമായി കാണിച്ചു കൊടുത്തു. ഇനി ഹജ്ജിന്റെയും നമസ്കാരത്തിന്റെയും ആരാധനകളുടെയും രൂപം മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യം അത് ജനങ്ങൾക്ക് വ്യക്തതയും വിശദീകരണവും ആവശ്യമുള്ളതാണെങ്കിൽ
അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. ചിലത് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായിട്ട്, ചിലത് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യം എന്തെന്ന് ജനങ്ങൾക്ക് പ്രായോഗികമായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു പൊരുളെന്താണെന്നറിയോ? അവസാനിപ്പിക്കാം. എന്താ പറഞ്ഞെന്നറിയോ? ഖുർആൻ മാത്രമല്ല നമുക്ക് സുന്നത്തും കൂടിയുണ്ട്, ഖുർആൻ മാത്രമല്ല ഹദീസും കൂടിയുണ്ട്. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിതനായ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹം 23 കൊല്ലം മനുഷ്യർക്കിടയിൽ നമുക്കിടയിൽ ജീവിച്ചിട്ട് ഇങ്ങനെ അതിന് നമ്മൾ പൂർണ്ണമായിട്ട് തമസ്കരിക്കാൻ പറ്റൂല, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതും കൂടി എടുക്കുക എന്നുള്ളതാണ്. ആ സുന്നത്ത് കൂടി നമ്മൾ പിൻപറ്റുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ അനുസരിക്കണമെന്ന്, അള്ളാന്റെ റസൂലിനെ അനുസരിക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞത് ആ അടിസ്ഥാനത്തിലാണ്. ഇത് അള്ളാഹിനെ അനുസരിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ പോരെ, ഇല്ല. വമൻ യുത്ഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. അള്ളാഹിനെ അനുസരിക്കുന്ന റസൂലിനെ അനുസരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വറസൂലഹു. അള്ളാഹുവിനെ അനുസരിക്കണം. ആ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിശദീകരണമായിട്ടും വ്യക്തമായിട്ടും അത് നിങ്ങളെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. അല്ലെ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. റസൂല് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾക്കൊരു സംഗതി കൊണ്ടുവന്നാൽ അത് നിങ്ങൾ ഉൾക്കൊള്ളണം. റസൂൽ ഒന്ന് തള്ളാൻ പറഞ്ഞാൽ നിങ്ങളത് തള്ളണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായ ഇച്ഛയുടെ അടിസ്ഥാനത്തിൽ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കൂല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹ. അല്ലേ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹ. വിശുദ്ധ ഖുർആൻ മാത്രമല്ല വഹയ്യു. അള്ളാഹുവിന്റെ പ്രവാചകന് വേറെ വഹയ്യുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലേ ദീൻ സംസാരിക്കുള്ളൂ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇച്ഛപ്രകാരം സംസാരിക്കൂല. അപ്പൊ പ്രവാചകൻ നിങ്ങളോട് എന്ത് കൽപ്പിച്ചു? ഇന്നൊക്കെ ഒരു ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, സൂറത്തുൽ അഹ്സാബില 36ാമത്തെ ആയത്ത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും യോജിച്ചതല്ല അള്ളാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യത്തിൽ ഒരു വിധി പറഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ചോയ്സ്, അവരുടെ ഒരു ഇഷ്ടം, അവരെ അതിനപ്പുറത്ത് വേറൊരു സംഗതി തെരഞ്ഞെടുക്കൽ ഒരു വിശ്വാസിക്ക് ചേർന്നതല്ലെന്നും അനുവദനീയമല്ലെന്നും. അവിടെ അള്ള വിധിച്ചതെന്ന് പറഞ്ഞ പോലെ അള്ള മാത്രമല്ല റസൂലും വിധിക്കും. അള്ളാഹുവിന്റെ വിധിക്ക് അനുഗുണമായിട്ട് അതിനോട് അനുരൂപമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി കൂടി ചിലപ്പോൾ കൽപ്പിക്കാം. അങ്ങനെ ഖുർആനിൽ ഇല്ലാത്ത ഒരുപാട് കൽപ്പനകൾ അങ്ങനെയാണ് ഹദീസിൽ വന്നത്. ഒരുപാട് നിരോധങ്ങൾ അങ്ങനെയാണ് ഹദീസിൽ വന്നത്. ഒരുപാട് പ്രായോഗിക മാതൃകകൾ അങ്ങനെയാണ് വന്നത്. ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ജീവിച്ച മഹാനായ പ്രവാചകനാണ്. അപ്പൊ ആ ജീവിതം മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ആ ജീവിതത്തെ അങ്ങനെ പിൻപറ്റുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ റസൂലിനോടുള്ള നമ്മുടെ സമീപനം എന്താന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി നമുക്ക് കാണിച്ചു തന്നില്ലേ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് എന്തെന്ന് കൊണ്ടുവന്നോ കാണിച്ചോ അതങ്ങനെ ഉൾക്കൊള്ളുക. എന്തൊന്ന് നിങ്ങൾക്ക് വിലക്കിയോ ആ വിലക്കിയത് നിങ്ങൾ ഉപേക്ഷിക്കുക. അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൽപ്പനകൾ പിൻപറ്റുക. അങ്ങനെ കൽപ്പനകൾ പിൻപറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. ഇപ്പൊ ഈ സമയത്ത് കൂടുതലായിട്ട് ഹുബ്ബുർ റസൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ച നടക്കാറുണ്ട്. വലിയ രൂപത്തിൽ സംസാരങ്ങളും കേൾവികളും കാഴ്ചകളും ഒക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണം. ആരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു സത്യവിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? ആരാണ് പ്രിയപ്പെട്ടത് മനുഷ്യരുടെ കൂട്ടത്തിൽ? ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? മനുഷ്യരുടെ കൂട്ടത്തിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ കൂട്ടത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിട്ടുള്ള ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. അല്ലേ? നിങ്ങളുടെ മക്കള്, കുടുംബം, കുട്ടികൾ ആരുണ്ടോ അവരെക്കാളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരാൾക്ക് പ്രിയപ്പെട്ടവനായാലും അവൻ വിശ്വാസിയാവും. വിശുദ്ധ ഖുർആനും പറഞ്ഞിട്ടുണ്ടല്ലോ, ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ തങ്ങൾക്കുള്ള പ്രിയപ്പെട്ട എല്ലാറ്റിനേക്കാളും എല്ലാവരെക്കാളും സ്നേഹിച്ച സ്വഹാബത്ത്. ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ്. അതിന്റെ നമുക്ക് മനസ്സിലാകുന്ന ഒരു അർത്ഥം,
പ്രവാചകരെ, എനിക്ക് എന്റെ മാതാപിതാക്കളെക്കാളും അങ്ങ് പ്രിയപ്പെട്ടവനും പ്രധാനപ്പെട്ടവനുമാണെന്നാണ്. അങ്ങനെയാണ്. ആരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു തർക്കവുമില്ല. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാതെ ഒരു വിശ്വാസി ഉണ്ടാവില്ല. പക്ഷെ ആ സ്നേഹം എങ്ങനെ എന്നതാണ്, ആ സ്നേഹത്തിന്റെ രൂപം എന്താണ് എന്നതാണ്. ആ സ്നേഹത്തിന്റെ രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെ പിൻപറ്റുക എന്നുള്ള മാതൃകയാക്കുക. എങ്ങനെയാണ് അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിക്കുക? അള്ളാഹുന്റെ റസൂലിന്റെ സ്വഹാബത്ത് എങ്ങനെ കാണിച്ചു? എങ്ങനെയാണ് ആ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്? ഇല്ലേ, അവരവരുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും കുടുംബത്തെക്കാളും ഒക്കെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. അതെങ്ങനെയാണ് സ്നേഹിച്ചത്? അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഒരു കാര്യം പറഞ്ഞോ, അതങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടാ. നബി ഒരു കാര്യം കൊണ്ട് ഒഴിവാക്കാൻ പറഞ്ഞോ, അതങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ടാ. അതിൽ പിന്നെ അങ്ങനെ അതിലിങ്ങനെ അതിലിവിടെ പറഞ്ഞില്ലേ, പിന്നെ ഒരു ചോയ്സ്. എന്താ പറഞ്ഞേ? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹി. പിന്നെ അതിലെ അപ്പുറം, അതിനപ്പുറം ചിന്ത പോലും ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് പിൻപറ്റാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി എന്ത് ചെയ്തു? ചിലപ്പോൾ അതിന്റെ ഗുഡ് ടൈംസ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതിന്റെ ഒരു ഹിക്മത്ത്, അതിന്റെ പൊരുൾ എന്താണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞോ, അത് അങ്ങനെ തന്നെ എടുക്കുന്നു എന്നതാണ് സത്യവിശ്വാസികളുടെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് സ്നേഹം. അതങ്ങനെയാണ് സ്നേഹം. അതാണ് ഏറ്റവും അടുത്ത ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറഞ്ഞില്ലേ, ഏറ്റവും നല്ല കാലഘട്ടം എന്റെ കാലഘട്ടമാണ്. പിന്നെ അതിനോടടുത്തവർ, പിന്നെ അതിനോടടുത്തവർ, ആ അടുത്തവരൊക്കെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചത്? അത് തന്നെയാണ് സ്നേഹത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിപ്പോ നമുക്ക് സംഭവിച്ചിരിക്കുന്ന കുറെ കുഴപ്പങ്ങൾ എന്താന്ന് വെച്ചാൽ, നമുക്ക് സ്നേഹമുണ്ട് നമ്മളിങ്ങനെ പറയാം, അതിങ്ങനെ പറഞ്ഞു ഭയങ്കര ബഹളം ഉണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ ഒരു ബഹളം അല്ലേ, അതിനുവേണ്ടി പല സംഗതികൾ നമ്മൾ ചെയ്യാൻ, കുറെ കാട്ടിക്കൂട്ടലുകളാണ്. ചിലപ്പോൾ നമുക്കൊക്കെ തന്നെ ഇപ്പൊ തന്നെ തുടങ്ങി, പലയിടത്തും ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു തുടങ്ങി. പല ജാതി പരേഡുകൾക്കുള്ള ഒരുക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കം, ദീപാലങ്കാരം, മറിച്ച്. ഇങ്ങനെയൊന്നുമല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചത്. ഇങ്ങനെയുള്ള ബഹളങ്ങളും ഘോഷങ്ങളും ഒന്നും അല്ല, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സ്വന്തം ജീവനേക്കാൾ അവർ സ്നേഹിച്ചു. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ അതിന് നമ്മൾ സന്നദ്ധരല്ല, നമ്മളതിന് സന്നദ്ധരല്ല. നമ്മൾ കുറുക്കു വഴി. എനിക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട്, എനിക്കൊരു ഉണ്ടായിരുന്നു സുഹൃത്ത്. എന്റെ വാപ്പ മരിച്ചു കുറച്ചു മുമ്പ്. മരിച്ച വാപ്പ മരിച്ചിട്ട് എല്ലാ കൊല്ലവും ബാപ്പാന്റെ മരിച്ച ദിവസം ഫേസ്ബുക്കിൽ അയാളൊരു പോസ്റ്റ് ഇടും. ബാപ്പ കൊണ്ട വെയിലാണ്, ഞാൻ അനുഭവിക്കുന്ന തണൽ, അങ്ങനെ കുറെ ഉണ്ടല്ലോ. ബാപ്പാരെ സൂചിപ്പിക്കുന്നൊക്കെ വർത്താനങ്ങൾ കുറെ ഉണ്ടല്ലേ, അങ്ങനത്തെ വാക്കുകളൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ബാപ്പാനെ കണ്ണീര് കുടിപ്പിച്ചിട്ടേ ഉള്ളൂ. ബാപ്പ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു ഇങ്ങോട്ട് പോവാം. ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒന്നും നമ്മൾ എടുക്കൂല. ഉമ്മത്തി അസ്വലാ വമാ മലക്കത്ത് അയ്മാനും. അവസാനം മരിക്കുമ്പോൾ, കഴിഞ്ഞല്ലോ നമ്മൾ ഈ വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത്തില്ല അതിലേക്കൊന്നും പോവാത്ത. നമ്മുടെ 4-5 കുത്തുബകൾ ആ വിഷയത്തിൽ തന്നെ പറഞ്ഞതല്ലേ. മരിക്കുമ്പോ ചുണ്ടിൽ ഇങ്ങനെ മന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹ ചെവി വെച്ച് നോക്കി. എന്താ പറഞ്ഞ്? അസ്വലാ, നമസ്കാരം അല്ലെ, 5 നേരം കൃത്യമായിട്ട് നമസ്കരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഓരോ കൽപ്പനകളും എടുക്കാൻ നമുക്ക് പറ്റുണ്ടോ? പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുതെന്ന് പറഞ്ഞ വിലക്കിയ കാര്യങ്ങൾ അല്ലെ, അതിനോട് ഒരു തരത്തിലുള്ള വിലക്കി നമുക്കുണ്ടോ? എന്തുമാത്രം വശപ്പെട്ട അവസ്ഥ. ഇന്ന് പത്രത്തിൽ മുൻ പേജിൽ തന്നെ വാർത്ത ഉണ്ട്. ഞാൻ വായിച്ചത് മാധ്യമത്തിലെ തൂഫാൻ എന്ന് പറഞ്ഞൊരു സംഗതി നടക്കില്ല. തൂഫാൻ എന്ന് പറഞ്ഞ മയക്കുമരുന്ന് ഒക്കെ അങ്ങനത്തെ സംഗതികളൊക്കെ പിടിക്കുന്നത്, അതിലുള്ള കേസുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. മുൻ പേജിലെ വാർത്ത ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണെന്ന്. മയക്കുമരുന്ന്, കഞ്ചാവ്, കുറ്റകൃത്യങ്ങൾ, തെമ്മാടിത്തം, തോന്നിയാസം, ചോദിക്കാനും പറയാനും ആളില്ല, എന്തും ആവാം, എങ്ങനെയാവാം. തലകുത്തി മറിയ, വളയമില്ലാതെ ചാടുക, പറയുന്നവനെ കൊഞ്ഞനം കുത്തുക, പുച്ഛത്തോടെ പരിഹാസത്തോടെ നോക്കുക, ഒന്നിനും ഒരു വിലയില്ല. ഇങ്ങനെ ഒരു അവസ്ഥ. എന്നിട്ടോ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നതിന്റെ ഭയങ്കര ബഹളമാണ്. ചെവി കേൾക്കൂല, അടക്കാൻ പറ്റില്ല വഴി.
ഈ വൈരുദ്ധ്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ആ സംഗതികളെ കുറിച്ച് കൊച്ചാക്കി പറയാനല്ല. അപ്പൊ ഇങ്ങനെയല്ല അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ റസൂല് കാണിച്ചു തന്ന മാർഗം പിൻപറ്റാം. ശരിക്കും എങ്ങനെയാണ് വാർത്ത വരേണ്ടിയിരുന്നത്? മദ്യവും മയക്കുമരുന്നുമൊക്കെ നികൃഷ്ടവും നീചവുമായി മ്ലേച്ഛമായി ഹറാമായി നിഷിദ്ധമായി പരിഗണിക്കുന്നു എന്നത്, അങ്ങനെ പരിഗണിക്കുന്ന ഒരു സമൂഹം ഭൂരിപക്ഷം ജീവിക്കുന്ന ഒരു പ്രദേശം എന്ന നിലക്ക് മലപ്പുറം ജില്ലയിൽ വളരെ കേസുകൾ കുറവാണ് എന്നല്ലേ വരേണ്ടിയിരുന്നത്? അല്ലേ? അല്ല. ജയിലുകളിൽ പോയി നോക്കിയാലും ഇത് തന്നെ കഥ. അപ്പൊ ഞാൻ ഈ പറയുന്നത് ഈ സംഗതിയിലാണ്. നമ്മൾ ഈ ബഹളവും ബാഹ്യമാത്രമായ ബഹളവും സംഗതികളും മാത്രമേ നമുക്കുള്ളൂ. അല്ലെ? കള്ളുടിയന്മാരും ചീട്ടളിക്കാരും പലിശ കച്ചവടക്കാരും മയക്കുമരുന്ന് കച്ചവടക്കാരൊക്കെ കൂടിയിട്ട് ഒരു ദിവസം പ്രത്യേകം കുറെ ഞങ്ങൾക്ക് നബി അങ്ങനെയാണ് ഇങ്ങനെയാണ് മുത്താണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയാൽ അത് അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹമാകൂല. വ്യക്തമായിട്ടാണ് പറയാം. അല്ലെ? അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കി കേൾക്കാൻ പറ്റുമോ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും പരലോകം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹിന്റെ റസൂലിന്റെ മാതൃകയുണ്ട്. ആ മാതൃക പിൻപറ്റിയിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. മനഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എന്റെ ചര്യയെ സ്നേഹിച്ചവൻ എന്നെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. അപ്പൊ അതാണ് റസൂലിനോടുള്ള നമ്മുടെ സമീപനം എന്നുകൂടി സാന്ദർഭികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റി, ആ ചര്യ പിൻപറ്റി റസൂലിന് പ്രിയപ്പെട്ടവനായി അന്ത്യനാളിൽ റസൂലിന്റെ കൂടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും പ്രദാനം ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി കൂടി പറയാം. നമ്മുടെ രാജ്യത്ത് വലിയ അനീതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നിരപരാധികളായ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് ജയിലിലടക്കുന്നു. അല്ലെ? എന്നിട്ട് കുറെ കാലം കഴിത്തും 15-20 കൊല്ലം കഴിഞ്ഞിട്ട് ജീവിതം കഴിഞ്ഞിട്ട് തെളിവൊന്നുമില്ല. അത് വിചാരണ തടവുകാരെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. 100 കണക്കിന് 1000 ചെറുപ്പക്കാർ നമ്മുടെ ജയിലുകളിലൊക്കെ കിടക്കുന്നു. ഇതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോയിട്ട് ഇവരുടെ നിരപരാധിത്വം തെളിയിച്ച് ഇവരെ പുറത്തിറങ്ങി കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒറ്റപ്പെട്ട രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കണം. അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് പരപ്പനങ്ങാടിയിൽ സക്കരിയ എന്നറിയും. ഒന്നും അറിയാത്ത മൊബൈൽ കടയിൽ ജോലി ചെയ്യുന്നൊരു കുട്ടി. ആ കുട്ടിയാണ് പിടിച്ചുകൊണ്ടുപോയിട്ട് പിന്നെ അവന്റെ പേരിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് ഇന്നും അകത്താണ്. ജാമ്യം പോലും മര്യാദ കൊടുക്കുന്നില്ല. വൃദ്ധയായ മാതാവ് കാത്തിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥ. അപ്പൊ ആ ഒരു ചെറുപ്പക്കാരനെങ്കിലും മോചിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും നമ്മുടെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മളൊക്കെ കൂടിയൊന്ന് ഒത്തുചേരേണ്ടുന്ന അവസാനത്തെ സമയമാണ്. ആ മാതാവ് മരിക്കുന്നതിന്റെ മുമ്പ് ആ മോനെ ഒന്ന് അടുത്തെത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു സംഗതിയാണ്. അപ്പോൾ എന്ത് വേണം? അതിനുള്ള ഒരു ഒപ്പ് ശേഖരണം നടക്കും. നമ്മുടെ പള്ളിക്ക് പുറത്ത് സോളിഡാരിറ്റിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. നിങ്ങളെല്ലാവരും ആ ഒപ്പ് ശേഖരണത്തിൽ നിന്ന് 1,00,000 ഒപ്പ് ശേഖരിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ട് ഈ വിഷയത്തിൽ സജീവ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ അതിലൊന്ന് പങ്കുവഹിച്ചിട്ട് പോകണമെന്നും അങ്ങനെ മർദ്ദിതരും പീഡിതരുമായി കിടക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ പിന്തുണയുണ്ടാവണം. നിരപരാധികളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം, പ്രാർത്ഥനയും ഉണ്ടാവണം. എന്നീ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അല്ലേ, അവിടെ VP അബ്ദുൽ സാഹിബ് പൂക്കാട്ടിരിയുടെ അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായി. അവിടെ ജനാസയിലൊക്കെ നമ്മൾ പങ്കെടുത്തിരുന്നു. ഒരുപാട് ജനങ്ങൾ പങ്കെടുത്തു. ആ പ്രദേശത്തുള്ള മനുഷ്യരവിടെ പള്ളിയിലെ ഉസ്താദൊക്കെ വളരെയേറെ സംസാരിച്ചു. അത്രയും മാതൃകാപരമായി ജീവിച്ച ഒരു മനുഷ്യനാണ്. അള്ളാഹുവിലേക്ക് അദ്ദേഹം യാത്രയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.
കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ മഹല്ലിൽ ഒരു ജനാസ നമ്മൾ മറവ് ചെയ്തു. അത് നമ്മുടെ മുള്ളിയാകുർഷിയിലെ ചെട്ടിയന്തൊടി മറിയാമ്മ സ്വാഹിബ, ഇച്ചിരി പ്രായം ഉണ്ടായിരുന്ന, കുറച്ച് അസുഖമായിട്ട് കിടക്കായിരുന്നു. അതാണ് ഈ ആഴ്ചയിൽ നമ്മൾ മറവ് ചെയ്ത ജനാസ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരുടെ ഖബർ അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയവരെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.